ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ചക്കക്കുരു, മുരിങ്ങയ്ക്ക, തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ആദ്യമേ ഞാൻ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം. മാങ്ങ, തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കക്കുരു ചെറുതായിട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തൊലിയാണ് കളഞ്ഞത്, ചുമന്ന തൊലി ഞാൻ കളയുന്നില്ല. പിന്നെ അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. തക്കാളിക്ക് പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇഷ്ടമുള്ളതനുസരിച്ച് ചേർക്കാം. ചിലർ തക്കാളി ചേർക്കത്തില്ല. മാങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഒരു പുളിക്ക് പേർക്ക് ചേർക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തു. മുരിങ്ങയ്ക്കായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയ്ക്ക് ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും ഞാൻ ലൈവ് ഇടുന്നുണ്ട്. എല്ലാവരും സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പൊക്കെ ഒന്ന് എടുക്കണേ. ലൈവ് ഉണ്ട്, എല്ലാ ദിവസവും ലൈവ് വന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് തരണം. അങ്ങനെ മുരിങ്ങയ്ക്കായും മാങ്ങയും എല്ലാം ഞാൻ ചെറിയ ചട്ടിക്കകത്താണ്, ഇടത്തൊരു മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. ഇന്ന് കറി മൺചട്ടിക്കകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് മൺചട്ടിക്കിലാണ് ഞാൻ വെക്കുന്നത്. ഇതിലൊന്ന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരച്ചെടുക്കണം. കടുക് താളിക്കാനുള്ള ചുമന്നുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നല്ലപോലെ ചുമന്ന് വരട്ടെ. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ചക്ക ഒക്കെ ഉള്ള സീസൺ സമയങ്ങളിൽ ഞാൻ ഇതുപോലെ ചക്കക്കുരു മാങ്ങക്കറി ഇടയ്ക്ക് വെക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ ചക്കക്കുരു മാങ്ങക്കറി. അത് മുരിങ്ങയ്ക്കൊക്കെ ഇട്ടാകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഏകദേശം അത് വെന്ത് വന്നപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്കൊരു കൊഴുപ്പിന് വേണ്ടി ഞാൻ ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഇത് ടേസ്റ്റിന് വേണ്ടി ഞാൻ തൈരൂടെ ചേർത്തു. പിന്നെ കടുക് താളിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. കടുക് താളിച്ചപ്പോൾ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. വളരെ അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ സ്റ്റൈലൊരു ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. അപ്പോൾ